നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. എം ഐ ഓഡിബിൾ? ഓക്കെ, ഗുഡ്. താങ്ക് യു. അപ്പൊ കഴിഞ്ഞ വെബിനാർ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന് പകരം നമ്മൾ ഫാക്കൽറ്റി ഉണ്ടായിരുന്നു ഇവിടെ. സാന്ദ്രയാണ് ആ വെബിനാർ ലീഡ് ചെയ്തത്. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇതിൽ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. എനിവൺ എൽസ്? ഇല്ല. ഓക്കെ, നമ്മൾ സംസാരിക്കുന്നത് പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ആഷിത. ഓക്കെ, താങ്ക് യു ആഷിത. നമ്മൾ സംസാരിക്കുന്ന പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ പറ്റിയായിരുന്നു. അതിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നത്. കൂടുതൽ സമയം എടുക്കത്തില്ല, വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട സമയവും കളയാനൊട്ടും താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെറുതാക്കിയിട്ട് ഒന്ന് ക്യാപ്സ്യൂൾ ടൈപ്പിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വെബിനാറിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിനെ പറ്റി സംസാരിച്ചു. എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത് അറിയാത്തവർക്ക്, അറിയുന്നവരെ ഉണ്ടാവുള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ മൂന്ന് ആക്ച്വലി ഞാനെടുത്ത രണ്ടും സാന്ദ്ര മാം എടുത്ത ഒരു വെബിനാറും അവൈലബിൾ ആണ്. അതൊന്ന് റെഫർ ചെയ്യുന്നത് നന്നാവും. ഓക്കെ, ഞാൻ തുടങ്ങി വന്നത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ഞാൻ പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ ഇമോഷണൽ മാർക്കറ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്തു. എന്താണ് ഇമോഷണൽ മാർക്കറ്റിംഗ് എന്നുള്ളതും ഇമോഷണലി എങ്ങനെ നമുക്കിത് മാർക്കറ്റ് ചെയ്ത് നമ്മുടെ എക്സാക്ട് ടാർഗറ്റ് ഓഡിയൻസിന് അടുത്തുനിന്ന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലയന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അവരിലേക്ക് എത്തിക്കാം എന്നുള്ളതും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ എനിക്ക് സംസാരിക്കാനുള്ളത്, എനിക്കിത് സംസാരമല്ല ഉണ്ടാവുക, എനിക്കിത് ഇന്ററാക്ഷൻ ആണ് വേണ്ടത്. നിങ്ങൾ സംസാരിക്കണം, ആരും മടിച്ചിരിക്കേണ്ട. ആർക്കും ആരെയും പരസ്പരം അറിയാത്തവരായിരിക്കാം. സോ സ്വാഭാവികമായിട്ടും ആരും അറിയാത്ത സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഓക്കെ, സോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഞാനൊരു ഇന്ററാക്റ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻപുട്ട് വരുമ്പോഴാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇലോബറേറ്റ് ചെയ്ത് സംസാരിക്കാൻ ഉള്ള താല്പര്യം എന്നിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഹായ് പ്രവീൺ. സുഖമായിരിക്കുന്നോ? ഗ്രേറ്റ്. അപ്പൊ പ്രവീൺ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സെഷനിലായിട്ട് പെർഫോമൻസ് മാർക്കറ്റിങ്ങും ഇമോഷണൽ മാർക്കറ്റിങ്ങും കുറച്ചൊക്കെ കവർ ചെയ്തു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു ടെക്നിക്കൽ എന്ന് തന്നെ പറയാം, ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുന്ന, എന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആരും ഒരു മെന്റർഷിപ്പ് തരാത്തത് കൊണ്ടോ നിങ്ങൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്യുന്നത്. സൈക്കോളജി ഇവിടെ ആർക്കൊക്കെ ഇഷ്ടമാണ്? പറഞ്ഞോളൂ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞോളൂ. ആഷിതയ്ക്ക് സൈക്കോളജി ഇഷ്ടമാണ്, അനന്തുവിന് ഇഷ്ടമാണ്. എനിവൺ എൽസ്? പ്രവീൺ, പിന്നെ ആരുമില്ലേ ഈ 3 പേർക്ക് ഇഷ്ടമുള്ള സൈക്കോളജി? സൈക്കോളജി ഇൻ മാർക്കറ്റിംഗ് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും? ഒന്ന് പറയാമോ നിങ്ങൾക്ക് അറിയുന്ന കാര്യം? സൈക്കോളജി ഇൻ മാർക്കറ്റിംഗ് പറഞ്ഞോളൂ. ഇത് നിങ്ങളൊരു വേദിയാണ്. ഇത് നമ്മൾ പരസ്പരം ഇതൊരു ഒരു മാഷിപ്പോൾ ഇരിക്കുക, അല്ലെങ്കിൽ ടീച്ചർ ഇപ്പോൾ ഇരിക്കാനായിട്ട് അത് നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക. അതിനു പകരം നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്നുള്ളതാണ്. സോ സൈക്കോളജി ഇൻ മാർക്കറ്റിംഗ് അറിയുന്നവർ പറഞ്ഞോളൂ പ്ലീസ്. അനന്ത് പറഞ്ഞോളൂ.
അനന്തുവിന്റെ മൈക്ക് ഓൺ ആണോ? ഒന്നും കേൾക്കുന്നില്ല. വേറൊരാള് കൈ കസ്റ്റമറിന്റെ ഇമോഷൻസ് അനുസരിച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം. ലൈക്ക് ഇമോഷൻ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരും. Okay, fine. We'll come to it. Anyone else? ആരെങ്കിലും? ആരുമില്ല. സൈക്കോളജി പറ്റി അനന്തു എന്തോ പറയാൻ വന്നിരുന്നല്ലോ. അനന്തു, ഹ്യൂമൻ ബിഹേവിയർ, പ്രവീണിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ആണോ ഹ്യൂമൻ ബിഹേവിയർ? ഓക്കെ, സോർട്ട് ഓഫ്. നമ്മളെല്ലാവരും ഓൺലൈനിൽ സാധനങ്ങൾ മേടിക്കുന്നവരല്ലേ? വാട്ട് മേക്സ് us ബൈ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്താണ് കൂടുതൽ നമ്മളെ അത് ഓൺലൈൻ നമ്മളും സാധനം മേടിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ്? വാട്ട് മേക്സ് us ബൈ? ഒന്നുകിൽ ഡിസ്കൗണ്ട്സ് ആയിരിക്കാം, ഓഫേഴ്സ് ആയിരിക്കാം. ആ ഷെഫിനെ പറഞ്ഞോളൂ. പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് പറയാനായിട്ട് വന്നത്. നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഇടുന്നത്. അപ്പൊ നമ്മള് മനസ്സിൽ വിചാരിക്കുന്നതാണോ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടെ പോകുമ്പോ കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ടു ഇറ്റ്. എനിഹൗ ആ ഇൻപുട്ട് നന്നായി. നാജിയ പറഞ്ഞ എന്തായിരുന്നു? ഇമോഷണൽ ആയിട്ട് ചെയ്യാം, അതായിരുന്നു നാജിയ പറഞ്ഞിരുന്നത്. സാർ ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. ലൈക്ക് നമ്മുടെ മൈൻഡിൽ കാണുന്നതല്ലേ നമ്മളെ സോഷ്യൽ മീഡിയയിൽ. മൈൻഡിൽ കാണുന്ന സോഷ്യൽ മീഡിയ വരുന്നു അല്ലേ? പണ്ടൊക്കെ മൈൻഡിൽ കാണുന്ന മാനത്ത് കണ്ടാലും മൈൻഡിൽ കാണുന്നൊക്കെ പറയാറുണ്ട്. മനസ്സിൽ കണ്ടാലും മാനത്ത് കാണുന്നൊക്കെ. ഇപ്പൊ സോഷ്യൽ മീഡിയ കാണുന്നതെല്ലാം. ഓക്കെ, ഫൈൻ. ഇപ്പൊ പ്രവീണിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. എനിവൺ എൽസ്? ഒന്ന് ഇൻപുട്ട് താ. അനന്തിന് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. അഞ്ജലി, അഞ്ജന, ആയിഷ, ഷബാന, ഹലീമ, ഫിസ. ഇത് ഇൻപുട്ട് തരാമോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, നമ്മളൊക്കെ ഓൺലൈനിൽ സാധനം, ഇൻക്ലൂഡിങ് മൈസെൽഫ്, നമ്മളെല്ലാം ഓൺലൈനിൽ സാധനങ്ങൾ മേടിക്കുന്നവരാണ്. വാട്ട് മേക്സ് us ബൈ ദ സെയിം എന്നുള്ളതാണ് ചോദ്യം. അതിപ്പോ ഷെഫ്ന പറഞ്ഞു, നാജിയ പറഞ്ഞു. രണ്ടുപേരും രണ്ട് രീതിയിൽ ഒരേ വേഞ്ഞ് രണ്ട് കൊപ്പിയിലാക്കി പറഞ്ഞേ ഉള്ളൂ. അതേ ചോദ്യം തന്നെയാണ് പ്രവീണും ചോദിച്ചത്. ഇറ്റ്സ് ക്വൈറ്റ് കണക്റ്റഡ് വിത്ത് ഇമോഷൻസ്. മനുഷ്യന് ബേസിക്കലി ഉള്ളൊരു വിഷയം. അതിന് മുമ്പ് ഞാൻ വേറൊരു സിനാരിയോ പറയാം. അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് പ്രൊഡക്റ്റിനാവട്ടെ, ഏത് പ്രൊഡക്റ്റും ഈ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റും. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ? ഏത് പ്രൊഡക്റ്റും ഈ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ ആർക്കെങ്കിലും? പറഞ്ഞോളൂ. എല്ലാ പ്രോഡക്റ്റും വിറ്റഴിക്കാൻ പറ്റും എന്നൊരു ഇതെനിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫെയിൽ ആയിട്ടുണ്ട്. ഏത് മാർക്കറ്റ്? ഇന്ത്യൻ മാർക്കറ്റിൽ ഫെയിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഫൈൻ. ഞാൻ ഒന്ന് പേര് പറയാമോ? അഞ്ജലി ഇന്ത്യൻ മാർക്കറ്റിൽ ഫെയിൽ ആയ ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറയാമോ? ചീറ്റോസ് ബ്രാൻഡിന്റെ ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. അത് ഫെയിലിയർ ആണെന്ന് പറയാനുള്ള കാരണം? ഫെയിലിയർ ആണെന്ന് പറയാനുള്ള കാരണം ഒരു കമ്പനീനെ സംബന്ധിച്ച് എന്താണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ് മെയിൻ. മീൻസ് പ്രോഫിറ്റ് ആണുള്ള ഒരു കമ്പനിയുടെ ബേസിക് നീഡ്. സോ അപ്പം ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് സെയിൽ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് സ്റ്റോക്ക് ആയിട്ട് തന്നെ പോവാണെങ്കിൽ ദാറ്റ്സ് എ ഫെയിലിയർ. ഓക്കെ, ഗുഡ്. താങ്ക് യു അഞ്ജലി. എന്റെ ചോദ്യം ഞാൻ വീണ്ടും പറയാണ്, എന്റെ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഉറപ്പിക്കുകയാണ്.
ഏത് പ്രൊഡക്റ്റും ഈ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അഞ്ജലി ആ പ്രൊഡക്റ്റ് മേടിച്ചത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയത്. അതേപോലെ 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് അഞ്ജലിമാരുണ്ടാവും. നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, നമുക്ക് പലപ്പോഴും പറ്റാറുള്ള സംഭവമാണത്. കാരണം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സംതിങ് കോൾഡ് ഫോമോ, FOMO, വേണേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. FOMO, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. വളരെ വളരെ ഭംഗിയിലുള്ള വീഡിയോസ്, നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓഫറുകൾ. അതായത് ഈ പ്രൊഡക്റ്റിന് 1000 രൂപയാണ്, ഇപ്പോൾ മേടിച്ചാൽ 499 രൂപ കിട്ടും, വിച്ച് മീൻസ് 51% ഓഫിൽ കിട്ടും. അത് ഇത്ര മണിക്കൂറേ ഉള്ളൂ, ഇത്ര സെക്കൻഡേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അനന്തുവിന്റെ കമന്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഒരിക്കലും ഫെയിൽ ആവില്ല, മാർക്കറ്റിംഗ് ആണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, ബട്ട് ഐ എം വെരി ഹാപ്പി. അതായത് എനിക്ക് ഈ ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ സംസാരിക്കാനുള്ളൊരു ത്വരയുണ്ട്. അപ്പൊ അഞ്ജലി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവാത്ത കൊണ്ടായിരിക്കാം അഞ്ജലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വിറ്റഴിക്കാൻ പറ്റുമെന്നാണ്. ഒരു പ്രൊഡക്റ്റ് സക്സസ് ആക്കി മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അഞ്ജലി കേട്ടതിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് കമ്പനികളുടെ പരസ്യങ്ങൾ ഇങ്ങനെ ഡേ ടു ഡേ വന്നുകൊണ്ടേയിരിക്കും. ചില കമ്പനികൾ ചില ഓഫറുകൾ കൊടുക്കുന്ന കാണുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ ആയിരിക്കും. ആസ് എ പേഴ്സൺ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അങ്ങനെ ഓഫർ കാണുമ്പോൾ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ആ വെബ്സൈറ്റിലെ കോൺടാക്ട് പേജിലോട്ട് പോകും. കോൺടാക്ട് പേജ് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടെലിഫോൺ നമ്പറോ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഒന്നും ഉണ്ടാവില്ല, ഒരു ഫിസിക്കൽ അഡ്രസ്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഡൊമൈൻ നെയിം കോപ്പി ചെയ്തിട്ട് ഡൊമൈൻ രജിസ്റ്റേർഡ് ഡേറ്റ് നോക്കും. അതിൽ കാണാൻ ചിലപ്പോൾ ഒരു മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തായിരിക്കും, 10 ദിവസം മുമ്പ് രജിസ്റ്റർ ചെയ്തായിരിക്കും. അത് സ്പാമാണ്. ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തും, പക്ഷെ ആ പ്രൊഡക്റ്റിന് ജീവൻ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ്. സോ ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ആളുകൾക്ക് ഉള്ളിലുള്ള ഫോമോ എന്നുള്ളൊരു വികാരമാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇതെനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യന്റെ. അതൊരു സൈക്കോളജിയാണ്. നമ്മൾ സ്വയം ഒന്ന് ഒരു ഫീൽ ചെയ്താൽ മതി. അതായത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് മാനസിക വിഷമം അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു പരിഭ്രാന്തി ഉണ്ടാവുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ക്ഷീണിച്ചു പോകാനുള്ള കാരണം എന്താണ്? നമ്മുടെ പരിഭ്രാന്തി മനസ്സിന് ശരിക്ക് എഫക്ട് ചെയ്യുമ്പോൾ അത് ബോഡി മനസ്സിനെ അനുസരിക്കുന്നതാണ്. അതാണ് ഈ തലച്ചോറിലേക്ക് ഫോമോ വെച്ചിട്ട്, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളൊരു ഫോർമാറ്റ് വെച്ചിട്ട് പല കമ്പനികളും സൈക്കോളജിക്കലി നമ്മളെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരെയും ജീവിതം എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾ ഓരോരുത്തരെയും പർച്ചേസിങ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ഒന്ന് ചുറ്റും നോക്കിയേ, എത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവും. എൻ്റെ സബ്ജക്ട് നിങ്ങൾ മേടിക്കണം എന്നുള്ളതല്ല ടോയിലേക്ക് ഞാൻ പറയുന്ന സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു യൂസ് സൈക്കോളജി ഇൻ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചുറ്റും നോക്കുക, ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക. ഇപ്പൊ എന്റെ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. ഞാനും അതിനൊരു വ്യക്തിയുമാണ്. നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഞാനടക്കം ഇതിനൊരു വ്യക്തിയുമാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് ഓർഡർ ചെയ്യണം, 4 മണിക്കൂർ കൊണ്ട് ഓർഡർ ചെയ്യണം. നിങ്ങൾ ഏതൊരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഏതൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു സംഭവം അവിടെ ഉണ്ടാവും. നിങ്ങൾ ഡൊമൈൻ നെയിം മേടിക്കുന്നവരാണെങ്കിൽ ഇത് അവിടെ ഉണ്ടാവും. ഇത്ര സമയത്തുള്ളിൽ മേടിക്കണം, മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും. ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ലോസ് എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക. ഈ പറഞ്ഞാൽ എന്ത് സംശയം ഉണ്ടോ അഞ്ജലി? ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഈസ് ദാറ്റ് എന്താ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് കൺസ്യൂമർ അത് പർച്ചേസ് ചെയ്യുക എന്നത് കൂടിയാണ്. സോ ആദ്യത്തെ ഒരു ഇതില് സ്റ്റേബിൾ ആയിട്ട് പോയ ഒരു പ്രോഡക്റ്റ് പിന്നെ അതായത് യൂസ്ഫുൾ അല്ലാതെ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ പിന്നെ അത് വാങ്ങില്ല. എന്റെ പോയിന്റ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ, ഏത് പ്രൊഡക്റ്റും ഈ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും എന്ന് ഞാൻ സ്റ്റേറ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. അത് ഏത് വലിയ കമ്പനി ആവട്ടെ, ചെറിയ കമ്പനി ആവട്ടെ, ഇതായിട്ട് തുടങ്ങാൻ പോകുന്ന കമ്പനി ആവട്ടെ. നിങ്ങൾക്ക് അഞ്ജലി പറഞ്ഞത് കറക്റ്റായി എനിക്ക് മനസ്സിലായി. അഞ്ജലി എന്താണ് ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് അത് വ്യക്തമാക്കിയത്. അതർ ദാൻ ദിസ് എന്തെങ്കിലും ഉണ്ടോ? വിറ്റഴിക്കാൻ പറ്റും,
ദാറ്റ്സ് വാട്ട്. ബ്രാൻഡിങ്ങിലേക്ക് നമുക്ക് വരാം, എങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാന്നൊക്കെ വരും ദിവസങ്ങളിൽ. സ്റ്റേ വിത്ത് അസ്. വരും ദിവസങ്ങളിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകും എങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്യാൻ പറ്റും, ആ ബ്രാൻഡ് എങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ നമുക്ക് ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ മുതൽ മുടക്ക് കുറവുള്ള ഏതൊക്കെ ബിസിനസ്സുകൾ ഉണ്ട്, ഇതെല്ലാം വരും. അറിയുന്ന കാര്യങ്ങൾ പകർന്നു തരിക എന്നുള്ളതാണ് ഈ ഒരു വെബിനാറിന്റെ ഉദ്ദേശം. ക്ലിയർ ആണോ? വേറെ ആരെങ്കിലും സംശയം ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ ഫോമോയില്? എനിവൺ? ഒന്ന് സംസാരിക്കേ. നമ്മൾ എല്ലാവരും ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ, സൈക്കോളജിയാണ് പറയുന്നത്, ഒരു സാധനം മേടിക്കുക, ഇപ്പൊ ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ റിവ്യൂ നോക്കാറില്ലേ? ഉണ്ടോ? നോക്കാറുണ്ട്. ഓക്കെ. ഇനി വേറെ ആരും നോക്കാറില്ലേ? ഉണ്ട്. ഓക്കെ. എനിവൺ എൽസ്? വെരി ഗുഡ്. എന്തിനാ നമ്മൾ റിവ്യൂ നോക്കുന്നത്? കസ്റ്റമർ വെരി ഗുഡ്. അതെ, ആ എക്സ്പീരിയൻസ്, അതിനെന്താ പറയാ, കസ്റ്റമർ ടെസ്റ്റിമോണിയൽ എന്നതിനെ പറയാ അല്ലെ. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. അവരുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ അതായത് 4.4 സ്റ്റാർ അല്ലെങ്കിൽ 5 ഔട്ട് ഓഫ് 5 സ്റ്റാർസ് കിട്ടുന്ന ഒരുവിധം പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, സംശയത്തോടു കൂടി വിട്ടുകളയില്ല, നമ്മളത് മേടിച്ചിരിക്കും. മറ്റുള്ളവന്റെ അഭിപ്രായം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നതാണ് സൈക്കോളജിയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇമോഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഈ സൈക്കോളജിക്ക് ഇവിടെ എന്താ സ്ഥാനം എന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾസ് ആണ് ഇവിടെ. അതായത് ഒരു ഫ്ലാറ്റ് ആണ് നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, ആ ഫ്ലാറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് ആണെങ്കിൽ ആ ബിൽഡർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കോഴിക്കോടാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഇവിടെ ഗാലക്സി ഉണ്ട്, ക്രസന്റ് ഉണ്ട്, ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, ലാൻഡ്മാർക്ക് ഉണ്ട്, ഹൈലൈറ്റ് ഒരുപാട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇവരൊക്കെയും അവരുടെ അതായത് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മുൻ പ്രൊജക്റ്റുകളെ എന്ത് ചെയ്യും, ഷോക്കേസ് ചെയ്യും. അതെന്തിനാ ഷോക്കേസ് ചെയ്യുന്ന അറിയോ? ട്രസ്റ്റ് ഗെയിൻ ചെയ്യാനാണ്. അവിടെ താമസിക്കുന്ന ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് നിങ്ങളെ കാണിക്കും. അതൊരു സൈക്കോളജിയാണ്. അതായത് മറ്റുള്ള മനുഷ്യൻ എന്താണ് പറയുന്നത്. ഇപ്പൊ ഒരുപക്ഷെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് റിവ്യൂസ് കാണാം, കാറിന്റെ റിവ്യൂസ്, ഫോണിന്റെ റിവ്യൂസ്, അങ്ങനെ ഒരുപാട് റിവ്യൂസ് ഉണ്ടാവും. ഇപ്പൊ ആളുകൾ ഒന്നും കണ്ണടച്ച് മേടിക്കുന്നില്ല, എല്ലാവരും റിവ്യൂസ് നോക്കി, ആ റിവ്യൂ ചെയ്യുന്ന ആളുടെ ക്രെഡിബിലിറ്റി നോക്കിയിട്ടൊക്കെ ആളുകൾ മേടിക്കുന്നുള്ളൂ. അത് ഇതിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ സൈക്കോളജിയുടെ ഭാഗമാണ്. ഇത് നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ക്യാമ്പയിൻ ഒരിക്കലും പരാജയപ്പെടില്ല. പക്ഷെ അതിന് മുമ്പ് അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ, എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ടാർഗറ്റ് ഓഡിയൻസിനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. നമുക്കിപ്പോൾ ഒരു ബിൽഡറെ കാര്യം എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡർ, ആ ബിൽഡർ വിൽക്കേണ്ടത് 2 BHK, 3 BHK, 4 BHK ഫ്ലാറ്റ് ആണ്. 3 കാറ്റഗറി വന്നേ, 2 BHK വന്നു, 3 BHK വന്നു, 4 BHK വന്നു. അത് 3 കാറ്റഗറിയാണ്. സോ 2 BHK ഫ്ലാറ്റ് വിൽക്കാൻ ഒരു ബിൽഡർ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഉടനെ നോട്ട് ഡൗൺ ചെയ്യേണ്ടത് ഈ 2 BHK മേടിക്കാൻ കഴിവുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. ഒബ്വിയസ്ലി ദാറ്റ് വിൽ ബി സംവൺ ഹൂസ് ഗെയിനിങ് or ഹൂസ് ഏർണിംഗ് തിങ്സ്. ജോലിയുള്ള ഒരാളായിരിക്കാം, കച്ചവടക്കാരനായിരിക്കാം. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ വളരെ ചുരുക്കം, ഒരു ചെറിയ പെർസെൻറ്റേജ് ആണ്. ജോലിയുള്ള ഒരാള്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാള്, കച്ചവടക്കാരനായിരിക്കാം, അങ്ങനെ യു നെയിം ഇറ്റ്. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷ
ആ ആളുകൾ ഈ 2 BHK ഫ്ലാറ്റ് മേടിക്കാൻ ഒന്നെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ നോക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ 3 BHKയും 4 BHKയും ഈ സമയത്ത് അറ്റ് പ്രസന്റ് എഫേർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇവരാണ് ഉണ്ടാവുക. അപ്പൊ അവരെയാണ് നമ്മൾ ഉന്നം വെക്കുന്നതെങ്കിൽ അതിനൊരു സൈക്കോളജി ഉണ്ട്. അവരാദ്യം നോക്കുക എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാറ്റഗറി ഞാൻ പറയാം, അതായത് അത്രത്തോളം ഏൺ ചെയ്യാത്ത ആൾക്കാർ, 3 BHKയും 4 BHKയും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അവർ ആദ്യം നോക്കുക എന്തായിരിക്കും എന്ന് വെച്ചാൽ പ്രൈസ് ആയിരിക്കും. ഒരു വെക്കേഷൻ ഹോം നോക്കുന്ന ആളുകൾ നോക്കുക എന്തായിരിക്കും വെച്ചാൽ അതിന്റെ അമ്യൂണിറ്റീസും അതിന്റെ അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന് ചുറ്റും എന്തുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് ആളുകൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പോസ്റ്ററിലോ ഒരു വീഡിയോയിലോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രണ്ട് ടാർഗറ്റിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നിങ്ങളാവട്ടെ ഞാനാവട്ടെ വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ല എങ്കിൽ ആ ആഡ് സ്കിപ്പ് ചെയ്ത് പോകും. സോ എപ്പോഴും നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങൾ ഒരു ഏജൻസിയിലോ അതല്ലെങ്കിൽ ഇൻ ഹൗസോ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളെ ക്ലയന്റിനോട് പ്രത്യേകം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ സെഗ്മെന്റിനും ഓരോരോ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, അവർക്കൊരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി ശരിക്കും നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിരിക്കണം ക്രിയേറ്റീവ്സും വീഡിയോ വട്ടവർ. ക്രിയേറ്റീവ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താവാം, അത് ജസ്റ്റ് വോയിസ് മാത്രമാവാം, പോസ്റ്റേഴ്സ് ആവാം, റീൽ ആവാം, വീഡിയോ ആവാം, എന്തും യൂട്യൂബ് ആഡ്സ് ആവാം, ഗൂഗിൾ ആഡ്സ് ആവാം, ഏത് കാര്യവും. ഓരോ ടാർഗറ്റിനും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്, ഓരോ സൈക്കോളജി ഉണ്ട്. 3 BHK മേടിക്കാൻ പോകുന്ന ആളുകൾ ഒബ്വിയസ്ലി ഹി വിൽ ബി എ ഫാമിലി മാൻ ഓർ എ ഫാമിലി വുമൻ. 1 of 2 ഉണ്ടാവുക അതിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആളെന്താണ് സെറ്റിൽഡ് ആണ്. അങ്ങനെയുള്ള ആളുകളുടെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രൈസ്, അത് അവരത്ര ഗൗനിക്കാത്തതായിരിക്കും, പക്ഷെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ അവർക്ക് എന്ത് വേണം, കംഫർട്ട് ലിവിങ് ആയിരിക്കണം. ഇതിന്റെ പേയ്മെന്റ് പ്ലാനും കാര്യങ്ങളൊക്കെ സുതാര്യമായിട്ട് കാണാൻ പറ്റണം, അമ്യൂണിറ്റീസ് അറിയാൻ പറ്റണം, ദേ നീഡ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ, ഒരു ടെസ്റ്റ് മോണിൽ വീഡിയോ ചെയ്യുമ്പോൾ ഈ ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള 3 BHK ഓൾറെഡി താമസിക്കുന്ന അതിന്റെ കംഫർട്ട് അറിയുന്ന ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത്. ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെയുള്ള വീഡിയോക്ക് കൂടുതൽ എൻക്വയറി ചെയ്യാൻ 3 BHK നോക്കുന്ന ആളുകളെയാണ്. ഇതിപ്പോ ഞാനൊരു ഫ്ലാറ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഏത് മേഖലയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 4 BHK പോകുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഒരു 4 BHK മേടിക്കാൻ വേണ്ടി വരുന്ന അവനെ കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് കാണിച്ചാൽ മതി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാണിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? അനന്തു പറയുന്നു ഇല്ല, സമ്മതിച്ചു. താങ്ക് യു അനന്തു. എനിവൺ എൽസ്? എനിവൺ? ആരുമില്ല. ഐക്യ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഐക്യ? ഞാൻ വേറൊരു സിനിമയിലേക്ക് പോകണം, കേട്ടില്ല. ഫർണിച്ചർ, ഓക്കെ. ഷെഫ്ന, നാജിയ? ഓക്കെ, വെരി ഗുഡ്. ഐക്യയിൽ എവിടെയാ പോയത്? ദുബായിൽ. ഓക്കെ, ഗ്രേറ്റ്. ബാംഗ്ലൂരു. ഓക്കെ. എനിവൺ എൽസ്? സൗദിയിൽ. ഓക്കെ. പോയിട്ടുണ്ടോ മുഹമ്മദ് നിഹാദ്? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഉണ്ടോ ഐക്യയെ പറ്റി? ഐക്യ ഉപയോഗിക്കുന്ന വളരെ നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്, എന്താണെന്നറിയോ? പോയിട്ടുണ്ട് ഔട്ട്സൈഡില്
ഇല്ല. കേട്ടില്ല. ഒന്നുകൂടി പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത്. അവിടെ വേറെ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഫുഡ് സ്റ്റാൾ ഉണ്ടാവും. ആ ലൈക്ക് അത്രയും വലിയ റേറ്റ്സ് ഉണ്ടാവും. അപ്പൊ അത്ര ആൾക്കാർ കറങ്ങി നടന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. സോ അവിടെ നിന്ന് എന്തായാലും റിഫ്രഷ്മെന്റ് വാങ്ങും. അതുണ്ട്. പിന്നെ ചെറിയ ചെറിയ പെൻസിൽസ്, പിന്നെ സ്കെയിൽസ്, വുഡൻ സ്കെയിൽസ് ഉണ്ടാവും. തീരെ കട്ടില്ലാത്ത വുഡൻ സ്കെയിൽസ്, ലൈക്ക് ഐക്കിന്റെ ബ്രാൻഡിങ് ഉള്ള. മുഹമ്മദ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഫുഡ് തോന്നി ഫസ്റ്റ് പറഞ്ഞപ്പോ. ഷെഫിനെ പറഞ്ഞോളൂ. അവര് ജസ്റ്റ് ഇപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെത്തിച്ചേരുന്ന രീതിയിലാണ് പാക്കിങ്ങും കാര്യങ്ങളും. പിന്നെ നമുക്ക് തന്നെ ഈസി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഒരു റൂം എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ലിവിംഗ് റൂം ആണെങ്കിൽ അതിനെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ള ഓരോ ഐഡിയാസ് നമുക്ക് തരുന്നുണ്ട്. അപ്പം അതിനുള്ള പ്രോഡക്ട്സ് ഒക്കെ അവർ അവിടെ തന്നെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും. കാണുമ്പോൾ നമ്മളത് മേടിച്ചും പോകും. ഓക്കെ, വെരി ഗുഡ്. നാജിയ? ലൈക്ക് ഇപ്പൊ ഈവൻ ഒരു ബെഡ്റൂം ആണെങ്കിൽ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണേ അതുപോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് സ്മോൾ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ അവരെല്ലാം കൊടുത്തിട്ടുണ്ടാവും. സോ നമുക്കത് കൺഫ്യൂസിങ് അല്ലാണ്ട് നമുക്കത് ലൈക്ക് ഐഡിയാസ് കിട്ടും എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ എല്ലാവരും ഈവൻ ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിലും വലിയ പ്രൊഡക്റ്റ് ആണെങ്കിലും അവരെങ്ങനെയൊക്കെ അത് എവിടൊക്കെ പ്ലേസ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരും. അതുപോലെ തന്നെ ഷെഫിനെ പറഞ്ഞ പോലെ ഡെലിവറി ആണെങ്കിലും ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും എല്ലാതും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഷെഫിനെ പറഞ്ഞ കാര്യമുണ്ട്, മേടിച്ചു പോകുന്നുള്ളത്. സലാം എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു. ആള് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, കേൾക്കാതിരിക്കട്ടെ. ഓക്കെ, ഇയാൾ ഹസ്ബൻഡ് കേൾക്കാതിരിക്കട്ടെ. സോ ബാക്ക് ടു അവർ സബ്ജക്ട്. ഐക്യ ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ്, സൈക്കോളജിക്കൽ മാർക്കറ്റിംഗ് പറയാം. ഹാവ് യു എവർ ഫീൽ ദാറ്റ് നിങ്ങളൊരു ഫർണിച്ചർ ഷോപ്പിലുള്ളതെന്ന് ഫീൽ ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? നമുക്ക് എപ്പോഴും അവിടെ പോകുമ്പോൾ ഫീൽ ചെയ്യുന്ന അറിയാം, എനിക്ക് ഇതുപോലെ ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷെഫിനൊക്കെ പറയാം, നാജിയൊക്കെ പറയാം, നിഹാദിന് പറയാം. നിങ്ങൾക്ക് അവിടെ പോയ ആൾക്കാരല്ലേ? നിഹാദ് പറഞ്ഞോളൂ. ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൻ്റെ എക്സാക്ട്ലി. അത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇതൊരു സൈക്കോളജിയാണ് അവർ കാണിക്കുന്നുള്ളത്? മുഹമ്മദ് സാബിത്ത് ഹൈദരാബാദ് പോയിട്ടുണ്ടെന്നാ പറയുന്നത്. ഗുഡ്. ഇനി ശ്രദ്ധിക്കുക, ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സൈക്കോളജി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ, അവിടെ പോകുമ്പോൾ നമുക്കൊരു ഒരു ഫർണിച്ചറിന്റെ സൂപ്പർ മാർക്കറ്റിൽ പോയല്ല തോന്നുക. അതായത് നമ്മളുടെ മനസ്സിൽ കാണുന്ന പോലെ ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി അവിടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് കോർട്ടിലൊന്ന് കയറും, എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ 2 പെൻസിൽ എടുക്കും, എന്തായാലും ഉണ്ടാവും. അവർ വളരെ വ്യക്തമായിട്ട്, വളരെ പെർട്ടിക്കുലർലി മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവ്സിനെ ബേസ് ചെയ്തിട്ട്, നേരത്തെ പ്രവീൺ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബിഹേവ്സിനെ ബേസ് ചെയ്തിട്ട് സൈക്കോളജിക്കലി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ അറേഞ്ച്മെന്റ്സ്. ഒന്ന്. രണ്ടാമത്, ഐക്യ എല്ലാ നഗരങ്ങളിലേക്കും വരില്ല. അവർക്ക് ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഇത്ര മില്യണേഴ്സ് അവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ള സ്ഥലത്തെ ഐക്യം വരുള്ളൂ. സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ കുറച്ചേ ഉള്ളെങ്കിൽ അവിടത്തേക്ക് ഐക്യം വരില്ല. അവർ വളരെ നല്ല രീതിയിൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അത് എൻ്റർ ചെയ്യാനുള്ള കാരണം ആ ഒരു സ്റ്റഡിയോട് കൂടി തന്നെ അവർ ഇതും കൂടി പഠിക്കും. അതായത് ഇവിടെയുള്ള ആളുകളുടെ ടേസ്റ്റ് എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക. നമ്മൾ മുനോവർ ചെയ്യാൻ പോകുന്നതാണ് അവിടെ. നമുക്ക് തോന്നൂല, അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. ഐക്യ നിങ്ങൾ ക്ലോക്ക് കാണണമെങ്കിൽ ക്ലോക്കിന്റെ സെഷനിൽ പോകണം. വേറൊരു ഏരിയയിലും ക്ലോക്ക് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നടക്കൂല, ക്ലോക്ക് വർക്ക് ചെയ്യില്ല. കാരണം ആ ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നും. നിങ്ങൾ വീട്ടിൽ പോവാതെ അവിടെ നിന്ന് വീണ്ടും 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 മുനോവർ ചെയ്യുമ്പോഴാണ് അവർക്ക് അത് ബിസിനസ്സായി മാറും. ഐക്യയുടെ ബിസിനസ്സിന് ഒരു രീതിയുണ്ട്. അത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവരുടെ ആ ബിസിനസ് പഠിച്ചാൽ അവർ ഓരോ സ്ക്വയർ ഫീറ്റിനും ഒരു വാല്യൂ ഒഴിച്ചിട്ടുണ്ട്. അവരവിടെ ഒരു മൊത്തത്തിലുള്ള സ്ക്വയർ ഫീറ്റിന് ഒരു വാല്യൂ ഉണ്ട്.
ആ വാല്യൂവിന്റെ മുകളിലായിരിക്കും എപ്പോഴും അവരുടെ ബിസിനസ്, കച്ചവടം. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം കച്ചവടത്തൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. റീറ്റെയിൽ ബിസിനസ് എങ്ങനെയാ പോവുക, ഹോൾസെയിൽ ബിസിനസ് എങ്ങനെയാ പോവുക എന്നൊക്കെയുള്ളത്. ഇപ്പൊ സംസാരിക്കുന്നത് വെച്ചാൽ സൈക്കോളജിയാണ്. നമ്മൾ ശരിക്കും അവിടെ അവർ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യിക്കുകയാണ്. പിന്നെ അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അവർ ബ്രൗഷർ അടിക്കുന്നുണ്ട്. ആ ബ്രൗഷറിൽ എപ്പോഴും നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ഉണ്ടാവും. അതിലൊരു പ്രൈസ് ഉണ്ടാവും വലുതായിട്ട്, ബാക്കി എല്ലാ പ്രൈസും ചെറുതായി ചെറുതായി ഒരു ഭാഗത്തുണ്ടാവും. നമ്മുടെ കണ്ണ് നേരെ പോകാൻ ആ വലിയ പ്രൈസിലേക്കാണ്. ഈ സെയിം സിനാരി ഞാൻ ലൂലുവിലേക്ക് കൊണ്ടുപോവാണ്. ലൂലു കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റുള്ള ആൾക്കാർ, ഇപ്പൊ ഐക്കിയ പോകാത്ത ആൾക്കാർക്ക് മനസ്സിലാവാൻ കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ് ലൂലു. ലൂലുവിൽ പോയി കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് ലൂലുവിൽ പോയാലും ദുബൈയിൽ ഉള്ള ലൂലു തന്നെ സെയിം സെറ്റിങ്സ് ആയിരിക്കും സൗദിയിൽ ഉണ്ടാവുക. അവിടെ ഉള്ളതായിരിക്കും സെയിം സെറ്റിങ്സ് ആയിരിക്കും കുവൈറ്റിൽ ഉണ്ടാവുക. അതേ സെയിം സെറ്റിങ്സ് ആയിരിക്കും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും എല്ലാം ഉണ്ടാവും. ആ സെയിം സെറ്റിങ്സ് ആണ് ഇവിടെ എടപ്പള്ളിയിലും കോഴിക്കോട് കുറച്ചുകൂടി ചെറുതാണ്. പക്ഷെ ഹൈപ്പർ മാർക്കറ്റ് എന്ന ലെവലിലേക്ക് വരുമ്പോൾ സെയിം റാക്ക് സെറ്റിങ്സും സെയിം പൊസിഷനിങ് ആയിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അവിടെ ലൂലു ഗൾഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സെയിം ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ പീപ്പിൾ വിൽ നെവർ എവർ ഗോ സംവെയർ എൽസ്. അവർ ലൂലുവിലേ പോകുള്ളൂ. കാരണം അവർക്കറിയാം ഇന്ന റാക്കിൽ പോയാൽ കഴിഞ്ഞിട്ട് കിട്ടുന്നറിയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, നാജിയ, ഷഫ്ന, അവർക്കെല്ലാം ഇതൊരു ഭയങ്കര കംഫർട്ടാണ്. ഇത് അവർക്കറിയാം ഞാൻ നോക്കുന്ന സാധനം എവിടെ ഉണ്ട് എന്നുള്ളത്. അങ്ങനല്ലേ ഷഫ്ന? അതെ, സത്യം. അതെ. അതിൽ തന്നെ വേറൊരു സൈക്കോളജി ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ ഐ ലെവൽ എന്ന് പറയും. നമ്മൾ ഏത് റാക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഐ ലെവലിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം പിക്ക് ചെയ്യും. വെറുതെ പിക്ക് ചെയ്യും. നിങ്ങൾ അവിടെ 100 രൂപ ചെലവാക്കുകയാണെങ്കിൽ 20 രൂപ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും. ഈ 20 രൂപക്കുള്ള സാധനം ബഹുഭൂരിപക്ഷം ആളുകളും അവർക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് എന്നാലും മേടിക്കും. അതൊരു സൈക്കോളജിയാണ്. ഇതാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ആളുകൾ എന്താണോ വായിക്കേണ്ടത്, എന്താണോ അറിയേണ്ടത്, അത് അവർ ഐ ലെവലിൽ വരണം. അവർക്ക് ആ ഡിസൈൻ ബോറായി തോന്നരുത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് ഓരോന്നും പഠിച്ചാൽ മതി. ഓരോന്നും ചെയ്യുമ്പോഴും മനസ്സിൽ കാണുന്ന ഓരോന്നും ചെയ്യുമ്പോൾ ഞാനിത് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? പെണ്ണുങ്ങളാണോ, പെൺകുട്ടികളാണോ, വിമണാണോ, ഓൾഡ് ഏജുള്ള ലേഡിയാണോ, ബോയ് ആണോ, യങ്ങായിട്ടുള്ള ആൾക്കാരാണോ, മെന്നാണോ, സോ അത് ആദ്യം മനസ്സിൽ കാണും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസൈനറോട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയാം. നിങ്ങൾ അത് എടുത്തിട്ട് ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ലീഡ് ജനറേഷന് വേണ്ടി പോകുകയാണെങ്കിൽ ആ ലീഡ് ജനറേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലുണ്ടാവും. ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്ര വയസ്സ് വരെയുള്ള, ഇന്ന ലൊക്കേഷനുള്ള, ഇന്ന ഇൻട്രസ്റ്റുകളുള്ള ആളുകളെയാണ്. അങ്ങനെ ചെയ്തു നോക്കിയേ. ആ ലേണിംഗ് പീരീഡ്, മെറ്റയുടെ ലേണിംഗ് പീരീഡ് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും വന്നിരിക്കും. ഞാൻ 40 മിനിറ്റാണ് കണ്ടത്. 40 മിനിറ്റ് ആവാനായി. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാൻ? ഇനി ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് പോവല്ല. നമുക്ക് ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. അതായത് നമുക്ക് ഈ സെഷൻസ് അല്ലെങ്കിൽ ഈ ഒരു എനിക്ക് അറിയുന്ന കാര്യങ്ങളെ ഷെയർ ചെയ്യുക എന്നുള്ളത് കുറേശ്ശെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ അതിനൊരു സുഖമുണ്ട്, ഒരു ഭംഗിയുണ്ട്, അല്ലെ, ഒരു ഇമ്പുണ്ട്. ആരും ഒന്നും മിണ്ടണില്ലല്ലോ. എനിവൺ? എന്നാ വൈൻഡപ്പ് ചെയ്യട്ടെ. എന്നെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? നമുക്കിനി അടുത്ത ആഴ്ച കണ്ടാലോ? എന്തുവാന്ന് പറഞ്ഞേ.
ഈ സെയിം അനന്തുവിന്റെ വളരെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ചോദ്യമുണ്ട്. അതായത് ഇപ്പൊ എല്ലാം ഞാൻ പ്രൊഡക്റ്റ് ബേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം സിനാരിയോ സർവീസ് ബേസ് ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത്. ഒബ്വിയസ്ലി അനന്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അനന്ത് സർവീസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അനന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അനന്ത് കൊടുക്കുന്ന സർവീസ് നോട്ടിഫൈ ചെയ്യുക, ആ സർവീസ് ആവശ്യമുള്ള ആളുകളെ നോട്ടിഫൈ ചെയ്യുക, അവരോട് സംസാരിക്കേണ്ട ഭാഷയെ നോട്ടിഫൈ ചെയ്യുക. ഇംഗ്ലീഷ്, മലയാളം, വട്ടവർ, അത് ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് നോട്ടിഫൈ ചെയ്യുക. അവർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സർവീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടാവണം? നിങ്ങളുടെ ക്രിയേറ്റീവിൽ ഉണ്ടാവണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മളൊരു പ്ലംബർക്ക് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്ലംബിംഗ് കമ്പനിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നത്. അവരുടെ മെയിൻ കൺസേൺ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ്, ചിലപ്പോൾ അവർ പറഞ്ഞ പ്രൊഡക്റ്റ് ഞങ്ങൾ തരാം, നിങ്ങളെ മാൻ പവർ മാത്രം മതി എന്ന് പറയും. രണ്ടാമതൊരു കൺസേൺ എന്തായിരിക്കും വെച്ചാൽ, നിങ്ങൾ എത്രയാണ് ചാർജ് ചെയ്യുക എന്നുള്ളത്. അതാണ് അവിടുത്തെ സൈക്കോളജി. നിങ്ങൾ പെർ അവർ പെർ മാൻ എത്ര ചാർജ് ചെയ്യുന്നുള്ളതാണ്. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്ലിയർ ആക്കേണ്ടത്. നിങ്ങളുടെ പോസ്റ്ററിൽ, നിങ്ങൾ ക്രിയേറ്റീവിൽ അതാണ് ക്ലിയർ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് ഹോസ്പിറ്റൽസിന് പൈസ വെച്ചിട്ട് പൈസ ചെയ്യാൻ പറ്റില്ല. അത് ഇതുകൊണ്ടാണ്. അവരവരുടെ USPs പറയും. അതല്ലാതെ പൈസ ഞങ്ങൾ ഇത്ര ചാർജ് ചെയ്യുന്നുള്ളൂ, ഞങ്ങളിപ്പം പ്രസവത്തിന് ഇത്രയും കൊടുക്കുന്നുള്ളൂ, മുട്ട് മാറ്റി വെക്കലിന് ഇത്രയും മേടിക്കുന്നുള്ളൂ, അങ്ങനെ ഒരു സംഭവം പറയില്ല, പറയാൻ പറ്റില്ല. അത് അഗെയിൻസ്റ്റ് ദ ലോ ആണ്. അനന്തുവിന് ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഓക്കെ, താങ്ക് യു അനന്തു. ഇപ്പൊ ഞാൻ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഇൻഷാല്ലാ വി സേസ് ഇൻഷാല്ലാ വെച്ചാൽ ഗോഡ് വില്ലിങ്, ഇഫ് ഗോഡ് വില്ലിങ്, ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സാറ്റർഡേ കാണാം. സെക്കൻഡ് സാറ്റർഡേ ആണ്, അപ്പോൾ ഞങ്ങൾക്ക് ഓഫാണ്. എനിയാവും ഐ വിൽ ബി അവൈലബിൾ. അടുത്ത സാറ്റർഡേ കാണാം. അതുവരേക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഞങ്ങൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക. അവർ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നിരിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് യു. എൻജോയ് ദ വീക്കെൻഡ്.